ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയും മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്കും മൊബൈൽ ഫോണിലൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന UPI സർക്കിൾ എന്ന് പറയുന്ന സംവിധാനം NPCI കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് UPI ആപ്പുകളിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ ആദ്യം വരുന്നത് സർക്കാരിൻ്റെ മൊബൈൽ ആപ്പായ ഭീം ആപ്പിനകത്താണ്. UPI സർക്കിൾ എന്ന പുതിയ ഫീച്ചർ വന്നിട്ടുള്ളതും ഈ ഭീം ആപ്പിനകത്താണ്. അപ്പോൾ എന്താണ് UPI സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുക. അത് ലിങ്ക് ചെയ്ത് ഞാൻ ഭീം ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്തി വരികയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക്, ഉദാഹരണത്തിന് എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനോ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ അയാൾ ഒരു ഭീം ആപ്ലിക്കേഷൻ, അതായത് ഭീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ പ്ലേയിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു UPI രജിസ്ട്രേഷൻ നടത്തി കിട്ടുന്ന UPI ID നമ്മുടെ ഭീം ആപ്പിനകത്ത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഭീം ആപ്പിനകത്ത് നിന്നും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും അയാൾക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്നത്. ഇതാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്ന ആൾക്ക് ആ ഭീം ആപ്പ് ഉപയോഗിച്ച് ഏതൊരാൾക്കും പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ലിമിറ്റൊക്കെ വയ്ക്കാൻ പറ്റും. ഇത് ഒരേ സമയം തന്നെ പ്രയോജനം ചെയ്യുന്നതുമാണ്, വളരെയധികം അപകടം പിടിച്ചതുമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പലരും ഇതിൻ്റെ അപകടത്തിൽ അല്ലെങ്കിൽ കെണിയിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഭീം ആപ്പിനകത്ത് എങ്ങനെയാണ് UPI സർക്കിളിലേക്ക് ഒരാളെ ആഡ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാനുള്ളതെന്നും എന്തൊക്കെയാണ് പ്രയോജനം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഭീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് മുൻപ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻട്രൊഡ്യൂസിങ് UPI സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ നമുക്കിവിടെ താഴെ UPI സർക്കിൾ ന്യൂ എന്ന് പറഞ്ഞ് കാണും. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് UPI സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ UPI സർക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടും റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്രിയേറ്റഡും, റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളിൽ ആഡ് ആവുകയാണെങ്കിൽ നമുക്ക് റിസീവ്ഡ് വേണം. അപ്പോൾ നമുക്ക് ആഡ് ഫാമിലി അല്ലെങ്കിൽ ഓർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് വേണമെങ്കിലും ചെയ്യാം, റിസീവ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏറ്റവും മുകളിലുള്ള ലെഫ്റ്റ് സൈഡ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ താഴെ കാണുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് ഈ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് സ്കാൻ ദി QR കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അല്ല എങ്കിൽ നമുക്ക് UPI ID. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരാളുടെ, അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതോ ഇനി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന ഒരാളായിരുന്നാലും മതി, അവരുടെ UPI ID നമുക്കിവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ അവരുടെ ഭീം ആപ്പ് ഓപ്പൺ ചെയ്ത് അവരുടെ QR കോഡ് എടുത്തതിന് ശേഷം സ്കാൻ ദ QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അയാളുടെ ഭീം ആപ്പിനകത്തുള്ള QR കോഡ് നമ്മൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുത്തതിന് ശേഷം നമ്മുടെ കോൺടാക്റ്റിൽ അവരുടെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിൽ നിന്നും അവരുടെ മൊബൈൽ നമ്പർ, അതായത് അവർ ഭീം ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മളിവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ സ്പെൻഡ് വിത്ത് ലിമിറ്റ്സ് എന്നുണ്ട്, അപ്രൂവ് എവരി പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അപ്രൂവ് എവരി പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എത്ര രൂപയുണ്ട് അത് മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് അത് ഉപയോഗിച്ച് അവരുടെ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് കൊടുക്കരുത്. നമ്മൾ ആദ്യം കാണുന്ന സ്പെൻഡ് വിത്ത് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫുൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം
എത്രയാണോ ലിമിറ്റ് വയ്ക്കേണ്ടത്, അപ്പോൾ നമുക്ക് പരമാവധി എത്ര ലിമിറ്റ് വയ്ക്കാമെന്ന് അവിടെ കാണാം, ആ എമൗണ്ട് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മറ്റൊരാൾ നമ്മുടെ ഫോണ് നമ്മളറിയാതെ എടുത്ത് ഇതുപോലെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അല്ലാതെ ഇത് മറ്റൊരാൾക്ക് നമുക്ക് ഇത് മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു 2000 രൂപയോ ഒരാഴ്ചത്തേക്കോ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് അവർക്ക് അവരുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എത്ര ദിവസത്തേക്കാണ് ഇത് അപ്രൂവൽ, എത്ര സമയത്തേക്കാണെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കാണിക്കും റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി. അതായത് ആരാണോ ആഡ് ചെയ്തത് അവർക്കൊരു മെസ്സേജായിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. ഇനി നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആർക്കാണോ അയച്ചത് അവരുടെ ഫോണ് ഓപ്പൺ ചെയ്യുക. അവരുടെ ഫോണിൽ റിക്വസ്റ്റ് വന്ന ഫോണിൽ നമ്മൾ ഭീം ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഭീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ വന്ന് കിടക്കും. അതായത് അവർ അയച്ച റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. ഇവിടെ പേ നൗ എന്നൊക്കെ പറയുന്ന ഓപ്ഷനുണ്ട്. അതൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ യു ആർ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഭീം ആപ്പിനകത്ത് ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഇതിനകത്ത് ഇനി വേറെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മറ്റൊരാളിൽ നിന്നും പൈസ ഇതുപോലെ UPI വഴി ലിങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇനി നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഡൺ കൊടുക്കുക. ഇനി ഇതുപോലെ ബാക്ക് വരുമ്പോൾ നമുക്ക് ഈ ആഡ് ചെയ്ത ഇതിൽ റിസീവ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും, ഇവിടെ റിസീവ് എന്ന് പറയുന്നതിലായിരിക്കും ഈ ആഡ് ചെയ്ത് കാണുക. ക്രിയേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മൊബൈൽ ആപ്പിലായിരിക്കും. അപ്പോൾ ഈ റിസീവ്ഡ് എന്ന് പറയുന്നതിൽ ഇതുപോലെ ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനകത്ത് നമുക്ക് ആ പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നമുക്കിവിടെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ആൾ എത്ര രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഉപയോഗിച്ചു എന്നും നമുക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമ്മളിവിടെ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞതിൽ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് വേറൊരാളെ എത്ര പേര് വേണമെങ്കിലും നമുക്കിതുപോലെ ആഡ് ഫാമിലി എന്ന് പറയുന്ന താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും കൂടെ നമ്മൾ ഓർമ്മിക്കുക. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ഒരാളെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും ഉള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2000 രൂപയാണ് നമ്മൾ അയാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തത്. അത് അവിടെ കാണാൻ പറ്റും. ടോട്ടൽ ബാലൻസ് പിന്നെ അവൈലബിൾ ബാലൻസ്. അപ്പോൾ അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ബാലൻസിൽ ഇപ്പോൾ 1000 രൂപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ 1000 കാണിക്കും. ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ നോക്കിയത് കൊണ്ടും അയാൾ ഉപയോഗിക്കാത്തത് കൊണ്ടും ഒരേ എമൗണ്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ എൻഡ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഇവിടെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മളെ പേരിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിക്കാൻ പറ്റും. ഇതിനെ എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാനുള്ള ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരാളെ ആഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് ചെയ്യുക. പക്ഷേ നമ്മളറിയാതെ മറ്റൊരാൾ നമ്മുടെ ഫോണെടുത്ത് അയാളുടെ UPIയിലേക്കൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളറിയാതെ പൈസ പോയിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും മെസ്സേജൊക്കെ വരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ UPI പിൻ നമ്പറൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക.